സാന്ദ്രയുടെ പരാതിയിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇല്ലില്ല. അത് ഞങ്ങൾക്ക് കമ്മിറ്റിയിലുള്ള 21 പേരുണ്ട്. അപ്പൊ അതിന്റെ എല്ലാവർക്കും കൂടെയാണ്. അപ്പൊ ഞാൻ ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റിന് വിളിച്ചിട്ടുണ്ട്. അപ്പം എന്റെ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഞാനപ്പോ അത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ലൈംഗികാധിക്ഷേപത്തോടെ ചിരിച്ചു എന്നാണ് സാന്ദ്രയുടെ പരാതി. അത് ഞാൻ അല്ലേലും പൊതുവെ ചിരിക്കാറുള്ള ആളാണ്. അപ്പൊ ഇനി ആ വേർഡ് പറഞ്ഞിട്ട് ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്ത്രീകൾക്കൊരു സ്പേസ് ഇല്ല പ്രൊഡ്യൂസർ അസോസിയേഷനും തോന്നിയിട്ടുണ്ടോ? പ്രൊഡ്യൂസർ അസോസിയേഷനിൽ സ്ത്രീകളുണ്ടല്ലോ. കൃത്യമായ ഒരു ആൾക്കാരുടെ പേര് പറഞ്ഞാണ് സാന്ദ്ര തോമസ് ദിവസം ഉന്നയിച്ചിരിക്കുന്നത്. പേരെടുത്ത് പറഞ്ഞിട്ടാണ് അല്ല, ഇപ്പൊ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ പേരുടെ പേരുകൾ ആവശ്യമുണ്ടല്ലോ. അപ്പം ഈ കമ്മിറ്റിക്കെതിരെയല്ലേ കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ, സുരേഷ് ഏട്ടന്, ആൻഡ്രോ ജോസഫ്, സിയാദ് വോക്കർ ഇവരെല്ലാം കമ്മിറ്റിയിലുള്ളവരാണ്. അപ്പം ആ കമ്മിറ്റിക്കെതിരെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം എനിക്കെതിരെ ഞാൻ ആ കമ്മിറ്റിയിൽ അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഉണ്ടായിരുന്ന 21 പേരെയും വിളിപ്പിച്ചിട്ടുണ്ട്. അതെ, ഞാനുമായിട്ടോ? ഇത് അസോസിയേഷനുമായിട്ടുള്ള പ്രശ്നമാണ് സാന്ദ്രയ്ക്ക്. അതിപ്പോ ആളുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ, അത് എനിക്കറിയത്തില്ല. ഇപ്പൊ ഒരാൾക്ക് എനിക്ക് എന്റെ ഇഷ്ടത്തിന് എന്ത് വേണേലും പറയാലോ. ഇപ്പൊ സാന്ദ്രയ്ക്ക് തോന്നുന്ന രീതിയിൽ എന്ത് വേണേലും പറയാം. അത് ഇപ്പോ ഓരോ സിനിമ, ഇപ്പൊ എന്റെ വിജയിച്ച സിനിമയുണ്ട്, പരാജയപ്പെട്ട സിനിമയുണ്ട്. വിജയിച്ച സിനിമ വരുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷമായിരിക്കും. പരാജയപ്പെട്ട സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സന്തോഷക്കുറവ് വരും. ഇപ്പൊ സാന്ദ്രയുടെ അടുപ്പിച്ചുള്ള 1-2 സിനിമകൾ ശരിയായ രീതിയിൽ ഓടിയിട്ടില്ല. അതിപ്പോ ഓടാത്ത സിനിമകൾ വരുമ്പം തിയേറ്ററുകാർ പ്രൊമോട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോ അപ്പൊ സ്വാഭാവികമാണല്ലോ. അതിപ്പോ എന്റെ സിനിമയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡന്റിന്റെ സിനിമയാണ് ഇപ്പൊ ഇതെന്താ കുറെ നാളങ്ങ് ഓടിച്ചേക്കാം, അങ്ങനെ ആരും ഓടിക്കത്തില്ല. തിയേറ്ററിൽ ആള് വരുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ സാധാരണ തിയേറ്ററുകാർ ഓടിക്കുള്ളൂ. അല്ല, ഇത് കമ്മിറ്റിയിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് സാന്ദ്രേനെ പുറത്ത് ആക്കുക എന്നുള്ളത്. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ ഇതൊക്കെ? ഷെയ്ന്റെ സിനിമയുടെ പരാതികളെല്ലാം തീർന്നല്ലോ. അപ്പൊ കറക്റ്റായിട്ട് അഭിനയിക്കുന്നുണ്ട്, കംപ്ലൈന്റ്സ് ഇല്ല. ഓക്കെ. അല്ല, ഫിയോക്ക് എന്ന് പറയുന്നത് തിയേറ്റർ ഓണേഴ്സിന്റെ സംഘടനയാണ്. അപ്പോൾ അവര് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷനിലേക്ക് വന്നേക്കുവാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്നേക്കുവാണ്. അപ്പൊ അവര് പല സിനിമകളും വിതരണം ചെയ്യുന്നുണ്ട്. അതിലൊരു സിനിമയാണ് സാന്ദ്രയുടെ ഈ സിനിമ. അപ്പോ അതിൽ വീഴ്ച ഉണ്ടെന്നാണ് സാന്ദ്ര പറയുന്നത്. അതാണ് കാര്യമുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, വേറൊരാള് നിർമ്മിക്കുന്ന സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് പ്രൊഡ്യൂസർ അസോസിയേഷന് പ്രസക്തി ഇല്ലല്ലോ ആക്ച്വലി. അല്ല, അത് ആള് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലാതെ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷന് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല ഇത്. അതാണ്. തീർച്ചയായിട്ടും ഇത് അസോസിയേഷന്റെ കാര്യമാണല്ലോ. തീർച്ചയായിട്ടും ഇല്ല, എല്ലാവരുടെയും ജസ്റ്റ് ഒന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇന്നാണ് വരാനായിട്ട് പറഞ്ഞത്. ബാക്കിയുള്ളവരെല്ലാം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ശരി, എന്നാ താങ്ക് യു.